ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ നമ്മൾ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. തലേ ദിവസം പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെക്കാത്തത് കൊണ്ട് തന്നെ എനിക്കിന്ന് രാവിലെ കുറച്ചധികം പണികളുണ്ടായിരുന്നു. ഇന്ന് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും അതുപോലെ തന്നെ കൈപ്പയ്ക്ക വറുത്തതും മോര് കാച്ചിയതൊക്കെയാണ് കൊടുത്തു വിടാൻ വിചാരിക്കുന്നത്. രാവിലെ നമുക്ക് കഴിക്കാനായിട്ട് പൂരിയും അതുപോലെ തന്നെ ബാജിക്കറിയാണ് ഉണ്ടായിരുന്നത്. അപ്പം ആദ്യം തന്നെ കൈപ്പയ്ക്കും മെഴുക്ക് പുരട്ടിയൊക്കെ ആക്കി ചോറൊക്കെ കെട്ടി വെച്ചു. അതിൻ്റെ ഒപ്പം തന്നെ മോര് കാച്ചിയത് ഒരു കുപ്പിയിലും കൂടെ ആക്കിയിട്ടുണ്ട്. കഴിക്കാനായിട്ട് പൂരിയും അതുപോലെ തന്നെ ബാജിക്കറിയായിരുന്നു. ഞാൻ 2 പൂരിയാണ് എടുത്തത്. അതെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ ഒപ്പം ഞാൻ കുറച്ച് ചോറും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം ഒരു സാലഡ് കഴിക്കണം തോന്നിയിട്ട് ഇങ്ങനെ കുക്കുംബറും അതുപോലെ തന്നെ ഒരു ക്യാരറ്റും എടുത്തിട്ട് ഇതുപോലെ കുറച്ച് പീൽ ചെയ്തെടുത്തിട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ നാളെ ഷെയർ ചെയ്യാം. അപ്പം ഈ ഒരു പീലർ 3 പീലറാണ് എൻ്റെ അടുത്തുള്ളത്. ഈ 3 ഞാൻ വാങ്ങിയത് മിസ്റ്റർ DIY എന്നാണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. മൂന്നും 3 ടൈപ്പിലാണ് നമുക്ക് പീൽ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. 3 നല്ല ക്വാളിറ്റിയാണ്, നന്നായിട്ട് പീൽ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. ഞാൻ അധികം സാലഡ് അങ്ങനെ കഴിക്കാത്ത ഒരാളാണ്. കഴിക്കാത്ത മീൻസ് ഞാൻ അങ്ങനെ ട്രൈ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ അടുത്ത് എനിക്കെന്തോ സാലഡൊക്കെ കഴിക്കാനൊക്കെ ഒരു ഇഷ്ടം വന്നു തുടങ്ങി. അതുകൊണ്ട് എൻ്റെ ഒരു രീതിക്കനുസരിച്ച് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് സത്യം പറഞ്ഞാൽ പതിവില്ലാത്ത രീതിയിൽ വിശപ്പുണ്ടായിരുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആട്ടപ്പൊടിയും കൊണ്ട് ഒരു 3 ദോശയും പിന്നെ രാവിലത്തെ കുറച്ച് വെണ്ടയ്ക്കേൻ്റെ മെഴുക്ക് പുരട്ടിയും പിന്നെ ബാജിയും അതുപോലെ തന്നെ കൈപ്പയ്ക്കയും എല്ലാം കൂടി കൂട്ടിയിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊപ്പം 2 മുട്ട പുഴുങ്ങിയതും കൂടെ കഴിച്ചു. ഈ വീഡിയോ കാണുന്ന സമയത്ത് എന്നെ നേരിട്ട് അറിയുന്ന ചില ആൾക്കാർ വിചാരിക്കും ഇതൊന്നും ശരീരത്തിൽ കാണുന്നില്ലല്ലോ എന്ന്. പച്ചവെള്ളം കുടിച്ചാൽ പോലും വണ്ണം വെക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അങ്ങനെയുള്ള ഈ കാലത്തിൽ ഇഷ്ടമുള്ളതൊക്കെ കഴിച്ച് വണ്ണം വെക്കാതിരിക്കാൻ പറ്റുന്നതും ഒരു ഭാഗ്യമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.